ഇതാണ് അന്നനട. അണ്ണ, ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന കിളിയുടെ സൗണ്ട് നിങ്ങൾ ഉണ്ടാക്കിയതല്ലേ? എന്റെ മാമന്റെ വീട്ടില് കോളിംഗ് ബെൽ അമർത്തുമ്പോ ഇതായിരുന്നു വന്നോണ്ടിരുന്നത്. അവന്റെ കിളിയുടെ സൗണ്ട് നോക്കെ. കഴിഞ്ഞ ദിവസം രേണുസുതിയുടെ ഒരു ആൽബം കുറ്റിക്കാട്ടിലെ ഇളംകാറ്റ്, അല്ല അനുരാഗക്കാറ്റ്, ആ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞ് ചിരിച്ചതുപോലെ എല്ലാവരും ആ വീഡിയോ ചിരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്തു. അത് മാത്രമല്ല 23,000 വ്യൂസ് മാത്രം ഉണ്ടായിരുന്ന വീഡിയോയ്ക്ക് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നോക്കിയപ്പോഴത്തേക്കിന് 34,000 35,000 വ്യൂസ് ആയിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അതായത് അരി മേടിച്ച കൂട്ടത്തില് ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടുള്ള കുറച്ച് ഭാഗങ്ങളും രേണുസുതിക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതൊരു ഗീവ് ആൻഡ് ടേക്ക് പോളിസി, അത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇത് ഞാൻ ചിരിക്കാൻ പറഞ്ഞിട്ടിരുന്ന് ചിരിക്കുന്നതല്ല, കണ്ടിന്യൂസ് ഇതുപോലെ ചിരിച്ചോണ്ടിരിക്കുക. അല്ലാതെ എനിക്കറിയത്തില്ല, എനിക്ക് ചിരിയുമായിട്ട് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. പനിയാ, അതിന്റെ ഭാഗമായിട്ടാ. മിണ്ടല് വീഡിയോ. എന്റെ കൂടെ ഒരു പാർട്ണർ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കൊണ്ട് വിട്ട്. ഞാൻ വീഡിയോ നല്ല രീതിയിൽ എടുത്തെന്ന് വിചാരിച്ച് ഞാൻ റൂമിലേക്ക് കയറി. എനിക്ക് അതിനകത്ത് കാണാൻ സാധിച്ചത് വെറും ചിരി മാത്രമാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പോലും സാധിക്കാതിരുന്നു. ഞാൻ രണ്ടാമതും വന്ന് എടുക്കുക. ഞാൻ രേണുസുതിയുടെ വീഡിയോയുടെ 50% മാത്രം നേരത്തെ ചെയ്തിട്ട് ബാക്കി 50 ഇപ്പം ഇരുന്ന് മൊത്തവും ചെയ്തതിന് ശേഷം കുഞ്ഞിന്റെ ചിരി കാരണം നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റത്തില്ല. അവന്റെ ചിരി മാത്രം ഹൈലൈറ്റ് ആയിട്ട് പോകുന്നു. ഞാൻ വീണ്ടും എടുക്കുക. എനിക്ക് ഉറപ്പില്ല, നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ ചിരിപ്പിച്ച പോലെ എനിക്ക് വീണ്ടും നിങ്ങളടുത്ത് ഈ കാര്യം പ്രസന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമന്റ് എന്താണെന്ന് രേഖപ്പെടുത്താനായിട്ട് കഴിയൂ. അങ്ങനെ നല്ല രീതിയിൽ കുഞ്ഞ് ചേച്ചിയുടെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ന് ആ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് ചേച്ചിയുടെ ഒരു സ്റ്റോറി ഞാൻ കാണാനായിട്ട് ഇടയുണ്ടായി കേട്ടോ. അതൊന്ന് കാണാം. കണ്ടിട്ട് നമുക്ക് ആ വീഡിയോയിലോട്ട് ചെല്ലാം. അതിൻ്റെ ബാക്കി പാത്രങ്ങൾ നമുക്ക് കാണാം. കവിത എന്ന പേരിൽ അപരാധങ്ങൾ മാത്രം എഴുതി പിടിപ്പിച്ചുകൊണ്ട് പാട്ട് തെക്കോട്ടും അഭിനയം വടക്കോട്ടും, ഇതിനകത്തുള്ള സ്റ്റോറി തെക്കോട്ടും പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നു കാട്ടിനുള്ളിലെ പ്രണയം. അത് എന്തുവായിരുന്നു? അനുരാഗക്കാറ്റ്. ആ സാധനം എനിക്കറിഞ്ഞൂടാ അതിന് ഏതൊക്കെ പേര് പറഞ്ഞ് വിശേഷിപ്പിക്കണമെന്ന്. നമുക്ക് വായി തോന്നുന്ന ഏത് പേര് വേണമെങ്കിലും വിളിക്കാം. അതെല്ലാം ആ അപരാധത്തിന് സ്യൂട്ടായിട്ട് വരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പവും ആർക്കും ഉണ്ടായിരിക്കുന്നില്ല. രേണു ഇന്നിട്ടുള്ള സ്റ്റോറി എന്താണെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷനിൽ അശ്ലീല വീഡിയോ ഇല്ല, ജീവിക്കാൻ വേണ്ടിയാണ് ഈ കഷ്ടപ്പാടെന്നുള്ളൊരു കാര്യം. വളരെ നല്ല കാര്യം. ഇവിടെ കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്കറിയാം, സബ്സ്ക്രിപ്ഷനകത്ത് യാതൊരുവിധ അശ്ലീലങ്ങളും ഇല്ല എന്നുള്ളൊരു കാര്യം ജനങ്ങൾ കണ്ട് മനസ്സിലാക്കിയതായതുകൊണ്ട് ഇനി യാതൊരുവിധ കുഴപ്പവുമില്ല. ഇലക്ഷന് നിന്ന ചിലപ്പം കോട്ടയത്ത് ജയിക്കാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും ഈ ഒരു പക്ഷിക്ക്. ഓക്കെ, അടുത്തത് ഓത്ത് നിക്കർ വിധവ. ഓത്തോ? ആരെ ഓത്ത്? ഞാൻ എന്റെ പൊന്ന് രേണു കുഞ്ഞെ, നീ എടുത്ത് സ്റ്റോറി ഇടുമ്പോഴത്തേനും മിനിമം അത് വായിച്ചിട്ടെടുത്തിടണം. ഓത്തന്ന് ആരാരെ ഓത്ത് ഇപ്പൊ പറയണം. നീ ഇട്ട സ്റ്റോറി നീ പറ. ആരാരെ എവിടെ വെച്ച് എപ്പം, രാവിലെയോ രാത്രിയോ ഓത്ത്? എപ്പോ ഓത്ത് പറ. ഒന്നുമില്ലെങ്കിലും അതൊന്നും അറ്റ്ലീസ്റ്റ് വായിച്ച് നോക്കിയിട്ട് വേണം ഇതെടുത്ത് സ്റ്റോർ ചെയ്യാനായിട്ട് കേട്ടോ. നിക്കർ വിധവ അത് കറക്റ്റ്. പക്ഷെ മുമ്പിലത്തത് എനിക്കറിയത്തില്ല, ഇനി വല്ലതും നടന്നിട്ടുണ്ടായിരിക്കും. ആരേലും ഓത്തോ എനിക്കറിയത്തില്ല. സോറി, ഐ എം റിയലി സോറി. വിളികൾ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അയ്യോ, അത് നല്ലൊരു സന്തോഷമല്ലേടാ ഓത്തൊന്ന് കേൾക്കുമ്പോൾ. എന്തോ എന്നെ വിളിച്ചോ? ഇല്ല, ജഗതി ഒരു സിനിമയിൽ വരുമല്ലോ, ഏനകത്താടാ അത്, മഴ പെയ്യുന്ന മദ്ദളം കൊട്ടുന്നതിനകത്ത് അങ്കിൾ എന്ന് വിളിക്കും. എന്ത് എന്നെ വിളിച്ചോ? കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ഡയലോഗ് അടിച്ചിട്ടുണ്ട്. ഭയങ്കര ക്രിഞ്ച് സാധനം. വായിൽ ഇതൊക്കെ വരുന്നുള്ളൂ. പഴമയെ മാത്രം ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത്. എനിക്ക് സന്തോഷമേ ഉള്ളൂ. അഭിനയമല്ലാതെ മറ്റൊരു തൊഴിലും അറിയില്ല. രേണുസുതി ഈ ഇടയ്ക്ക് ദുബായിലോ എവിടെയോ പോകുന്നെന്ന് പറയും. സൂചേട്ടൻ്റെ മരണ ദിവസമാണെങ്കിൽ പോലും. പക്ഷേ എനിക്ക് അത്യാവശ്യമായിട്ട് അവിടെ പോകേണ്ട ചെറിയൊരു ഫങ്ഷൻ ഉണ്ട്. അഭിനയമായിരിക്കുമില്ലേ, അല്ലാതെ ഒരു തവണ 2 തവണ പോയവർക്ക് അവിടെ എനിക്കറിയത്തില്ല. നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യം ചെക്കാനായിട്ട് പോകുന്നത്? എൻ്റെ എന്തെങ്കിലും കാര്യമാണോ? അല്ല, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനാ? രേണുസുതിയുടെ കൊടുങ്കാറ്റ്, അനുരാഗക്കാറ്റ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലെ 50% ബാക്കി എന്താണെന്നുള്ളത് സ്റ്റേ ട്യൂൺ. നമുക്ക് ആ വീഡിയോയിലേക്ക് തന്നെ പ്രവേശിക്കാം. ഓക്കെ,
ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചല്ലോ, ഈ നിമിഷവും. ഞാനും അത് ആഗ്രഹിച്ചിരുന്നത് തന്നെയാ. എല്ലാത്തിനും ഒരു സമയമുണ്ടോ? സത്യവാ. എഴുതി വായിക്കുവാണെന്ന് ഒട്ടും മനസ്സിലാവത്തില്ല കേട്ടോ. ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട് നിങ്ങളുടെ ആ പരിപാടി. എൻ്റെ ആഗ്രഹം ഒന്ന് സാധിച്ചു തരാനായി താനൊന്ന് മനസ്സൊരുക്കിയൊന്ന് പ്രാർത്ഥിക്കണം. എന്താഗ്രഹം? അത് ഞാൻ ഇമാതിരി അനുഭവമാണെന്നുണ്ടെങ്കിൽ മനസ്സ് മാത്രമല്ല മറ്റ് പലതും ഒരുക്കേണ്ടി വരും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പറയില്ല. എനിക്കുണ്ട് ഒരാഗ്രഹം. എന്താ? അത് ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഞാനും പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് അപരാധങ്ങളൊന്നും ഈ വീഡിയോയിൽ പറയാനായിട്ടുള്ളൊരു സാഹചര്യം ഇവരായിട്ട് തന്നെ ഉണ്ടാക്കി തരല്ലേ എന്നുള്ളൊരു കാര്യം. ഏതോ ലോകപ്രശസ്ത എഡിറ്ററാന്ന് തോന്നുന്നു. അമ്പലത്തിൽ നിന്നും നേരെ ഓയോ റൂമിലേക്ക്. ആ ഓയോ റൂമിലെ BGM കേട്ട് കഴിഞ്ഞാൽ ഏതോ പ്രേതത്തിനെ കാണിക്കും. നേരെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അമ്മേ ഒരു പ്രേതത്തെയാണ് കാണാൻ സാധിക്കുന്നത്. മാരകം. പ്രേതം പോലെ തന്നെയല്ലേ? ഏതോ ഇമോഷണൽ ഡ്രാമയാന്ന് തോന്നുന്നു കേട്ടോ. ഡയലോഗുകളൊന്നുമില്ല. തുണിയെടുക്കുന്നു, തിരിച്ച് പാക്ക് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ കഥ എന്താണെന്നുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ബാഗ് അടയ്ക്കാനായിട്ട് പോകുന്നു, ബാഗ് അടയ്ക്കുന്നു, എടുക്കുന്നു, പിടിക്കുന്നു. വാവ്. അതായത് ഈ കാണുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്തുവാ കഥ എന്നുള്ളത്. കഥ തുറന്ന് പുറത്തും പോകുന്നു. അതിഗംഭീരം. ഐഡിയോളജി വെച്ച് വിലയിരുത്തിയാലേ ഈ കഥ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ വീഡിയോ 25,000 വ്യൂസിനകത്ത് ഒതുങ്ങിപ്പോയെന്നുള്ളൊരു കാര്യം? ഒരിക്കലും രേണു സുധിയെയും അതിന്റെ കൂടെ അഭിനയിച്ചിട്ടുള്ള മറ്റേ ആളെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പുറത്തു വരത്തുള്ളൂ. താൻ എത്തിയോ? ഞാൻ എപ്പോഴും റെഡി ആയിരിക്കുന്നു. എന്നാ നമുക്ക് പോവാം. എനിക്ക് പോണമെന്ന് തോന്നുന്നില്ല ജെയിംസിനോട്. അയ്യോ, 2 സുഹൃത്തുക്കള്, പണ്ടത്തെ പ്രണയിതാക്കള്, 2 പേരും റിയൂണിയൻ ചെയ്യുന്നു. കവിത എന്ന് പറഞ്ഞിട്ട് ഒരു അപരാധം പാടുന്നു. അതിനു മുമ്പ് ഒരു പാട്ട് കേൾക്കുന്നു. നേരെ തിരിച്ചു വരുന്നു. ഒരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. ഒരാൾ അപ്പുറത്തെ റൂമിലും ഒരാൾ ഇപ്പുറത്തെ റൂമിലും. 2 പേരും റൂം എടുത്തിട്ട് ബാഗ് പാക്ക് ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. എനിക്ക് പോകാനായിട്ട് തോന്നുന്നില്ല. എടാ, നിങ്ങൾ ഹോട്ടലിൽ റൂം എടുക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ഇതുപോലെ ഒരു കഥ ഉണ്ടാക്കി കാണിച്ചത്? നിങ്ങളുടെ ഉദ്ദേശം? ഈ തിരക്കഥ എഴുതിയവന്റെ ഐതിഹ്യം എന്തായിരുന്നു ഇതിനെക്കുറിച്ചുള്ള? പറയുക. വീഡിയോ കാണുന്നെങ്കിൽ മര്യാദയ്ക്ക് വന്ന് പറയുക എന്താണെന്നുള്ളത്. കാരണം താങ്കൾ ഇനിയെങ്കിലും അത് പറഞ്ഞാൽ മാത്രമേ ഈ കേരള സമൂഹത്തിന് നിങ്ങൾ എന്താണ് പണി വെച്ചിരിക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കൂ. പിന്നെ മിണ്ടിയും പറഞ്ഞിരിക്കാൻ മനസ്സ് വെറുതെ മോഹിക്കുക. അയ്യോ മിനി, എനിക്ക് പോയേ പറ്റൂ. എന്നെ കാത്തിന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വെയിറ്റ് ചെയ്യാം. ജെയിംസേ, എനിക്ക് വെറുതെ ഒരു ആഗ്രഹം. മിനി എന്തോ കടിമൂത്തിരിക്കുമെന്ന് തോന്നുന്നു. വിടുന്നില്ല. എന്തോ ആഗ്രഹം എന്നൊക്കെ പറയുന്നു. എന്തുവാണോ കുഞ്ഞിന്റെ കാര്യം? എന്താടോ പറ. ഞാൻ തന്നെ ഒന്ന് തൊട്ട് നിന്നോട്ടെ, ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. അവിടുന്ന് ഷോർട്ട് ഫിലിം തന്നെ പോ. അങ്ങനെയൊക്കെ ഉണ്ട്. ആയിരുന്നില്ല, ഞാൻ അറിഞ്ഞൊന്നുമില്ല. അങ്ങനെയാണ് റിയാക്ട് ചെയ്യത്തില്ലായിരുന്നു. പബ്ലിക്കെ കാണാൻ പറ്റുന്നതാണോടെ? ഇയാളാണ് ഇത്. പണ്ണിയാണ് ഇതിന്റെ മെയിൻ ആള്. ഇയാളാ. എന്തോ ഇതാണ്. ഒരു മിനിറ്റ്. നിന്നെ, ഇത് രേണു സുധിയല്ലേ? മിനി എന്ന് പറഞ്ഞതപ്പോ ആരെയാ? ഇത് രേണു സുധിയല്ലേ? റിയൽ ലൈഫ് ആയിരുന്നു സ്റ്റോറി ആയിട്ട് കൊണ്ടുവന്നത്. അപ്പൊ റിയലി നടന്ന കഥകളാണോ ഇതൊക്കെ? റൂം എടുത്തതൊക്കെ മലയാള സോഷ്യൽ മീഡിയയിലെ ബിഗ് ബോസ് താരം രേണു സുധി. താന് ഒന്ന് ഓർത്തോട്ടെ. കഥ മാറിയോടാ?
നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നതിനല്ല ഞാനും കണ്ടോണ്ടിരിക്കുന്നത്. താൻ വിഷ്ണു, നിങ്ങൾ ഒന്നിച്ചുള്ള റീൽ ഞാൻ കണ്ടോണ്ട്. അപ്പൊ അവരല്ലേ ഇവര്? 24 മണിക്കൂറും ഈ മൊബൈലിൽ കുത്തി എന്റെ മുല്ലേക്കൽ അമ്മയെ എനിക്ക് വട്ടായോ? അതിനിപ്പം മുല്ലക്കലമ്മ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല കംപ്ലീറ്റ് 916 വട്ടാണെന്നേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. എന്തുവാണ ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്ന കഥയ്ക്കകത്ത്? ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കണമെന്നാണോ? എന്തുവാണ്ണം പറഞ്ഞത്, എന്തുവാണ്ണം ചെയ്തത്? അവിടെ മിനിയാണോ വന്നത്, രേണു സുധിയാണോ വന്നത്? ഏതെങ്കിലും ഒരു കാര്യം തികച്ചു പറ. നമ്മുടെ ചെല്ലപ്പൻ ജോസ്യം പറഞ്ഞത് ശരിയാ. എനിക്കിപ്പം ശനിദശയാ. ചെല്ലപ്പൻ ജോത്സ്യക്ക് മാത്രമേ കാര്യം എന്താണെന്ന് അറിയൂ. ആള് സത്യസന്ധന. അല്ലെങ്കിൽ ഇതുപോലുള്ള പച്ചയായ സത്യങ്ങൾ തൻ്റെ മുഖത്ത് നോക്കി പറയത്തില്ലായിരുന്നു തനിക്ക് വട്ടാണെന്നുള്ള കാര്യം, തൻ്റെ സമയം ശരിയല്ല എന്നുള്ളത്. തീർച്ചയായിട്ടും ആ ജോത്സ്യർ എവിടെ ഉള്ളത്? പുള്ളിയുടെ കോൺടാക്ട് നമ്പർ ഒന്ന് കൊടുക്കും. ഒരുപാട് ആൾക്കാർ ഇനി അപ്രോച്ച് ചെയ്യേണ്ടി വരും. കാരണം സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞതെന്നുള്ളത് ഈ ഷോർട്ട് ഫിലിമോട് കൂടി തന്നെ നമ്മൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ തെളിയിച്ചു തന്നൊരു കാര്യം. എങ്ങനെയെങ്കിലും അയാൾക്ക് ഒരു പ്രൊമോഷൻ ആയിക്കോട്ടെ, 10 വർക്ക് കിട്ടും, നിങ്ങൾക്ക് കിട്ടിക്കോട്ടെ, കൂടെ നിങ്ങൾ കമ്മീഷൻ മേടിച്ചെടുത്തോ. കിട്ടുകയാണെന്നുണ്ടെങ്കിൽ 2 രൂപ എനിക്കെങ്കിലും തരണേ. എന്റെ ഭഗവതിയെ, എന്നെ കാക്കണേ. പഴയ നോക്കിയക്കകത്തുള്ള ട്യൂണ്. ഞാൻ പോയെഴുന്നേറ്റ് എന്നെ കൊണ്ട് വയ്യതൊന്ന് റിയാക്ട് ചെയ്യാനായിട്ട്. എന്തുവാ ഇത്? ഒരു ഹാർമോണിയംകാരനെ ഇങ്ങനെ കൊണ്ടുവന്ന് നിങ്ങൾ ആ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുത്ത് കാണിച്ചായിരുന്നെങ്കിൽ അവന്റെ വിരലുകൾ ഓടുന്നതെങ്കിലും കണ്ടോണ്ടിരുന്ന ആൾക്കാരല്ലേ? അതും കാണുന്നില്ല, ഇതും കാണുന്നില്ല. അപ്പുറത്തൊരു ചേട്ടൻ കാറിനകത്ത് വന്നിട്ട് ബാക്കിൽ നിന്ന് പെട്ടിയെടുക്കുന്ന ചേട്ടൻ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ ചേച്ചി അപ്പുറത്ത് നിന്ന് നോക്കുന്നു. ഇവൻ എന്തുവാ ഈ കാറിൽ ഇരുന്ന് കാണിക്കുന്നത്? ചേച്ചി, നിങ്ങൾക്ക് അറിയാമോ രേണു സുധി ഒരു ആൽബം എടുത്ത് വെച്ചേക്കുന്നത്, ഹാർമോണിയം കാണിക്കുന്ന സൗണ്ട് കേൾക്കുന്നത്. എന്നിട്ട് രേണു സുധി അവനും കൂടെ കാറിനകത്തുനിന്ന് ഇറങ്ങിയിട്ട് തെക്കോട്ട് നോക്കിയിരിക്കുന്നത്. പാട്ടാണെ വടക്കോട്ടും പോകുന്നത്. ഞാൻ എന്തോ പറയണം? നിങ്ങൾ പറഞ്ഞാൽ എന്തോ പറയണം? ഹാർമോണിയത്തിന്റെ പടം കാണിച്ചായിരുന്നു ആ വിരലുകൾ ഓടുന്നെങ്കിലും നമ്മൾ നോക്കിയേനെ വരുന്നത് അല്ലേ? അതുപോലും പറ്റാത്ത ഒരു നല്ല അഭിപ്രായം ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പോലും പറയാൻ പറ്റാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വ്യൂസ് കിട്ടണമെന്ന് പറഞ്ഞ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന ശരിയായിട്ടുള്ളൊരു കാര്യമാണോ? അല്ല. അങ്ങനെയുള്ള വൃത്തികെട്ട സാധനങ്ങൾ എടുത്ത് വെക്കുമ്പോഴത്തേക്കിന് കാണുകയോ കാണാതെ ആൾക്കാർ എടുത്ത് വെച്ച് ഇതുപോലെ റിയാക്ട് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടുമായിരിക്കും. കിട്ടിക്കോട്ടെ. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ അവിടെ പോയി കാണണം. ഇതിൻ്റെ ബാക്കി നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി. ഞാൻ മൊത്തം കാണിക്കത്തില്ല. അപരാധങ്ങൾ കൂടുതലും അവിടെ കാണാൻ പറ്റൂ, ഇവിടെയല്ല. ആ നഗ്ന സത്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എൻ്റെ വീഡിയോസ് കാണാനായിട്ട്. അപ്പം ശരി.